Hello, welcome, always welcome back to my YouTube channel Anandu KR Nandu Lifestyle. അപ്പോൾ നമുക്ക് ഇന്നൊരു രസകരമായിട്ടുള്ള നല്ലൊരു പ്രതിഷേധ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് അറിയാലോ, സബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ ആ ബെല്ലൈക്കൻ. ഓക്കെ, നമുക്ക് മാറ്ററിലേക്ക് പോവാം. കമോ. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നിന്ന് വരികയാണ്. അവിടെ ABVP വിഭജന ദിനം ആചരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ രാവിലെ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ABVP ഒട്ടിച്ച പോസ്റ്റർ SFI വലിച്ചു കീറി. അവിടെ സംഘർഷമാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പോലീസ് അടക്കം കലാലയത്തിൽ കയറിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കാസർഗോഡ് സർക്കാർ ഗവൺമെന്റ് കോളേജിലാണ് ഇന്ന് ആദ്യമായി വിഭജന ഭീതി ദിനാചരണം സംഘടിപ്പിച്ചത്. ABVP സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണമുള്ള കോളേജിൽ അവിടെ ഇപ്പോൾ സംഘർഷാവസ്ഥയാണ്. ഇപ്പോൾ ABVP ഒട്ടിച്ച പോസ്റ്ററുകൾ SFI കാർ വലിച്ചു കീറുന്നു. പ്രതിഷേധമുണ്ട്, സംഘർഷമുണ്ട്, പോലീസുണ്ട്. ഗവൺമെന്റ് കോളേജിൽ ABVP SFI പിള്ളേരും തമ്മിൽ ഭയങ്കര സംഘർഷം. സത്യം പറയട്ടെ, എനിക്കിത് കണ്ടിട്ട് ചിരിയാണ് വന്നത്. നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ, ഇപ്പം എൻ്റെ കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി. ഇപ്പം ഞാൻ സ്റ്റിൽ വർക്ക് ചെയ്യണം. അപ്പം എനിക്കിപ്പോൾ ഓർക്കാൻ ഇഷ്ടമുള്ളത് എൻ്റെ കലാലയത്തിലെ സ്കൂൾ ജീവിതങ്ങളൊക്കെയാണ്. തിരിച്ച് കിട്ടില്ല, നമുക്കറിയാം. അപ്പോൾ അവിടെ നമ്മൾ എന്താ പറയുക, ഈ രസകരമായ നല്ല സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അടിച്ചു പൊടിച്ച് നടക്കുന്ന മൊമെൻറ്റുകളാണ് നമുക്ക് വേണ്ടത്, ഓർമ്മയിൽ നിന്ന് സൂക്ഷിക്കാൻ. പക്ഷെ ഇപ്പം ഞാൻ കണ്ട വീഡിയോ, പാർട്ടിയുടെ പേരും പറഞ്ഞ് തമ്മി തല്ലി ഇടിയിരുന്ന നല്ല അടിപൊളി പിള്ളേർ. ഞാൻ തൊട്ടക്കമേ ഞാൻ പറയാം, വെറും പൊട്ടന്മാരാണ് കേസ്. നിങ്ങൾ ഐഡിയ ഇടുന്ന പിള്ളേരാണ്ട് ഞാനീ പറഞ്ഞത്. എടാ മണ്ടന്മാരെ, നീയൊക്കെ ഈ പാർട്ടിയുടെ പേരും പറഞ്ഞിട്ട് SFI ആവട്ടെ, എന്താ പറയുക, BJP ആവട്ടെ, ABVP ആവട്ടെ, UDF ആവട്ടെ, ഏതായാലും നീയൊക്കെ ഈ പ്രവർത്തകർ എന്ന പേരും പറഞ്ഞിട്ട് നീയൊക്കെ ഇപ്പോൾ ഈ ചോരത്തളപ്പിൽ കിടന്നിട്ട് അങ്ങാടും ഇങ്ങാടും ഇടിയേർന്ന് കുത്ത് കൊല ഇതൊക്കെ നടക്കാനുണ്ട്. ആർക്കാണ് നഷ്ടം? എടാ പൊട്ടന്മാരെ, നിങ്ങൾക്കാണ് നഷ്ടം. നിൻ്റെ വീട്ടിലാണ് നഷ്ടം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലോ, എന്തെങ്കിലും കേസൊക്കെ ഉണ്ടാകാൻ വേണ്ടി എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ, അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ നല്ലൊരു ഫ്യൂച്ചറാണ്. മനസ്സിലായില്ലേ? ഈ പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും കിട്ടാൻ പോകണമെന്നില്ല. മനസ്സിലായ? ഇതിൻ്റെ തലപ്പത്തിരിക്കണവന്മാർ തമ്മിൽ ഇപ്പം നിങ്ങൾ പല പാർട്ടി പേരും വേണ്ടിയിട്ടുണ്ട്. ഇന്ന് തമ്മിൽ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ കൈ കൊടുത്ത് അവർ സുഖമായിട്ടിരിക്കണം. എടാ ഒന്ന് ചിന്തിച്ചുകൂടെ, അവരുടെ മക്കളൊക്കെ എവിടെ ആയിരിക്കും പഠിക്കണത്? അല്ലെങ്കിൽ അവരൊക്കെ ഇതിൻ്റെ വരുമാണി, ഈ പാർട്ടിയുടെ വരുമാണി ജയ് വിളിക്കാൻ നടക്കണ്ട. ഇല്ല, നിന്നെപ്പോലെയൊക്കെയുള്ള മണ്ടന്മാരാണ് ഇങ്ങനെ ഈ ജയ് വിളിക്കുക. ഞാൻ പാർട്ടിയുടെ വലിയ ആളാണ്, മറിച്ചാണ് മറ്റാന്നൊക്കെ പറഞ്ഞു വരുന്നത്. ശുദ്ധ മണ്ടത്തരമാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? നമുക്കതിലൂടെ എന്ത് ഗുണമുണ്ട്? ഈ നിങ്ങൾ എന്താ പറയുക, പരസ്പരം സ്നേഹിച്ച് നല്ല സുഹൃത്തുക്കളായിട്ട് നടക്കണമെന്നെങ്കിലൊക്കെ പരസ്പരം തല്ലുകൂടിയിട്ട് നിനക്കൊക്കെ എന്തെങ്കിലും കിട്ടണ്ട. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പേരിൽ പോലീസ് കേസ് വരും, വൈരാഗ്യങ്ങൾ വരും, പരസ്പരം വീട്ടുകാർ തമ്മിൽ ഈ തല്ലുകൊടുത്തുണ്ടാവും. ചിലപ്പോൾ തൊട്ടപ്പുറമുള്ളവന്മാരായിരിക്കുള്ളൂ. മനസ്സിലായ? നിനക്കൊക്കെ ഇപ്പോൾ ഒരു വിചാരം ഉണ്ടാവും, ഞങ്ങൾ പാർട്ടി വലിയ ആൾക്കാരാണ്, മറിച്ചാണ് മറ്റാണ്, തേങ്ങയാണ് മാങ്ങയാണ്, പലതും ഉണ്ടാവും. മനസ്സിലായില്ലേ? ഒരു പ്രശ്നം വന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പില്ലേ ഒരാളുണ്ടാവില്ല, നിങ്ങളുടെ ഫ്യൂച്ചർ തന്നെ പോകും. മനസ്സിലാവണ്ട? അപ്പം ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ കാൽവെപ്പ് മുന്നോട്ട് വെക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ഈ ലോകത്ത് ഇപ്പം നമ്മളുടെ ഇന്ത്യ രാജ്യത്ത് ഈ പാർട്ടി പിന്നെ നടന്നിട്ട് ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല. ഭാവിയിൽ മന്ത്രിയാവുന്നൊക്കെ പറയുന്നുണ്ട്. ഒക്കെ വെറുതെ ഇരിക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതിനൊക്കെ എന്താണ് തലപ്പത്തിരിക്കണവന്മാരുണ്ട്. അവരൊക്കെ ഇപ്പോൾ അവരെ മക്കളൊക്കെ നല്ല സുഖമായിട്ട് നല്ല വിദേശത്തൊക്കെ പോയി പഠിക്കാനുണ്ട്, ഫുൾ സെക്യൂരിറ്റിയോടെ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ വെറും മണ്ടന്മാർ, പാർട്ടിയുടെ പേരും പറഞ്ഞാൽ അങ്ങാടിക്കും മരിച്ചാണ് മറ്റാണ് വെട്ട് കുത്ത്, ഇതൊക്കെ ശുദ്ധം മണ്ടത്തരമാണ് കേസ്. എടാ നീയൊക്കെ ഉള്ള നേരം കൊണ്ട് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ നേടി ആ ക്യാമ്പസ് ജീവിതം എൻജോയ് ചെയ്ത് നല്ല ട്രിപ്പൊക്കെ പോയി അടിച്ച് പൊളിക്കാൻ നോക്കും മക്കളെ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ വെറുതെ ഈ പാർട്ടിയുടെ പേരൊക്കെ പറഞ്ഞ് വെറുതെ തമ്മിത്തല്ലാൻ നിൽക്കാതെ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യടാ. ജസ്റ്റ് നീയൊക്കെ ഇത്രയും ഒരു കോമൺ സെൻസ് ഇല്ലേ? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചൂടെ? ഞാൻ സത്യം പറയാട്ടാ, എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ പൊന്നെ എനിക്ക് ചിരിയാണ് വന്നത്. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ലൈവ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ തുറന്നു നോക്കും. അപ്പം തന്നെ ഇത് പറയണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായി. അതുകൊണ്ടാണ്.
അപ്പം ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങളിലേക്ക് നീയൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്തിട്ട് വേണം പോകാൻ. ആരായാലും മനസ്സിലായില്ലേ? നമ്മളുടെ വീട്ടിൽ അരി വേകണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കണം, നമ്മൾ തന്നെ പണിക്ക് പോകണം. നമ്മുടെ വീട്ടിലൊരു നഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാരുടെ മാത്രം നഷ്ടമാണ്. പാർട്ടിയൊക്കെ തിരിഞ്ഞു നോക്കുന്നൊക്കെ പറയും, ഇതൊക്കെ വെറുതെ ആയിരിക്കുള്ളൂ. അപ്പം എന്താ പറയുക, നിനക്കൊക്കെ ബുദ്ധിയും ബോധവും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്തിട്ട് ഇതുപോലുള്ള മണ്ടത്തരങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുക. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല പ്രതികരണ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരികയാണ്. അപ്പോൾ ഇപ്പം ഈ അങ്ങാടും തമ്മിൽ തല്ലുന്ന മണ്ടന്മാരെ ആ തമ്മിൽ തല്ലൊക്കെ നിർത്തിയിട്ട് നല്ല ഷെയ്ക്കാനോട് നല്ല ഫ്രണ്ട്സായിട്ട് പാർട്ടിയൊക്കെ വിട്ട് ആ ക്യാമ്പസ് ചെയ്ത് നല്ല എൻജോയ് ചെയ്യാൻ നോക്ക്. അപ്പോൾ ഓക്കെ, ബൈ, സി യു.